എൻ്റെ പേര് രാജു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് രാജു. ഇത് എൻ്റെ വൈഫ് സൂസമ്മ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏഴംകുളം വില്ലേജിൽ നെടുമൺമുറിയിൽ താമസിച്ചിരുന്നവരാണ്. എനിക്ക് എൻ്റെ ജോലി പ്ലാസ്റ്റിക്കിൻ്റെ പണി ആയിരുന്നു. കട്ടിൽ വരിച്ചിൽ എന്ന ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ പോളീഷിൻ്റെ പണിക്കുമൊക്കെ ഞാൻ പോകുമായിരുന്നു. ഇപ്പോൾ പിന്നെ പ്രായവും ഇച്ചിരിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഈ ശ്വാസമുട്ടൽ അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ പൊടിയൊക്കെ സഹിക്കാനൊക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല ആ ജോലിയൊക്കെ വളരെ കുറവുമായി. എല്ലാ ഈ കമ്പനി ഈ സാധനങ്ങളൊക്കെ ഇറക്കിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ജോലി വളരെ കുറവാണ്. അതുകൊണ്ട് ആ ജോലിയൊന്നും ഇപ്പോൾ ചെയ്യാൻ വയ്യ. പ്ലാസ്റ്റിക്കിൻ്റെ പണി തീരെയുമില്ല. ഞങ്ങൾ 11 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ചെറിയ ഭവനമൊക്കെ ഉണ്ടായിരുന്നു. അത് കടഭാരത്താലും മറ്റ് കാരണങ്ങളാലും ഒക്കെ ഞങ്ങൾക്കത് കൊടുക്കേണ്ടി വന്നു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം കയറി കിടക്കാനിടവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു 5 സെൻറ്റ് സ്ഥലം അല്പം കടമൊക്കെ ആയിട്ട് മേടിച്ചും എടുത്തുമൊക്കെ ഞങ്ങൾ ഒരു 5 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഭവനമില്ല. അത് അങ്ങനെ ഒരു പ്രയാസത്തിൽ നിൽക്കുകയാണ്. മറ്റ് കാര്യങ്ങളൊന്നും പിന്നെ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ വിശ്വാസികളായതുകൊണ്ട് ഞങ്ങൾക്കതെല്ലാം ഒന്നും കിട്ടാനൊക്കാത്ത ഒരു സ്ഥിതിയാണ്. മാത്രമല്ല അവർ പറയുന്ന എല്ലാ രേഖകളും കൊടുക്കാനും ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസത്തിൽ ഞങ്ങളിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭവനം വേണം. ഭവനത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ജോലി ചെയ്ത് എടുത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് സാധ്യമല്ല. അതിനാൽ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. വസ്തു മേടിച്ചതിൻ്റെ കടഭാരങ്ങൾ കുറേ തീരാനുള്ളത് കൊണ്ടും അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടുമൊക്കെ അതും ഒരു ബുദ്ധിമുട്ട്. വാടക കൊടുക്കുന്നത് കൊണ്ടുമൊക്കെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെന്താ ഇങ്ങനെ ഉള്ള അവസ്ഥകളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ജോലി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ വിശ്വാസത്തിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു ഭവനം ആവശ്യമാണ്. ഞങ്ങൾക്കൊരു ഭവനം വേണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു.